നോക്കിയാ മാമ കണ്ടോ? ഇത് അവളല്ലേ? എന്റെ മാമ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തല്ലേ, ഇത് അവള് തന്നെ. നല്ല സൂക്ഷിച്ചു നോക്ക്. കണ്ണും പിടിക്കുന്നില്ലേ? ഇത് അവളല്ല കേട്ടാ. എന്റെ മാമ കുഞ്ഞുനാള് പോലെ ഞാൻ അവളെ കാണുന്നല്ലയോ, ഇത് അവള് തന്നെ, ഒരു സംശയമില്ല എനിക്ക്. ആ അങ്ങനെയാണെങ്കിലേ ജബീലെടുത്ത് മണിക്കുട്ടിയെടുത്ത് ഈ കാര്യം പറയണം. ആ പക്ഷെ അവളെ കയ്യോടെ പിടിക്കണ്ടായിരുന്നു. നീ പിടിക്കാതെന്ത്? അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വണ്ടി മൊത്തം തിരക്കായിരുന്നു. അത് മാത്രമല്ല, വണ്ടിക്ക് പുറത്തെന്ന് പറഞ്ഞ ഒരു 10-15 ജിമ്മന്മാരിങ്ങനെ നിൽക്കുക. അതിന്റെ കൂട്ടത്തിലായിരുന്നു അവള്. എന്നാലും ഞാൻ അനേടക്കിടെ നുഴഞ്ഞ് കയറി ഫോട്ടോ ഞാൻ എടുത്ത്. എന്നിട്ട് അവിടെ അടുത്തോട്ട് ചെല്ലുന്നപ്പം അവള് വലിയ ഇഞ്ചിയെ പോലെ അല്ല റിഞ്ചി, അല്ല മാമ, ഇവള് കാഞ്ഞ വിത്താണ്. അല്ല ഞാനവിടെ മാമനാ, ഞാനവളെ പൊക്കും മാമ. എന്റെ അടുത്താ കളി. മണിയേ വാ പറ. നീയേ നിന്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താണ്, നല്ല രസമായിരിക്കും. വയലിൽ ഞാറ് തട്ടതുപോലെ ഇരിക്കണ നിങ്ങളുടെ മുടി ഉണ്ടല്ലോ, അതുകൊണ്ട് സ്ട്രൈറ്റൻ ചെയ്യും. എന്റെ മുടിയുടെ കാര്യമല്ല പറഞ്ഞ, എടി നല്ല രസമായിരിക്കും. ഇപ്പൊ സുമലത മുടി സ്ട്രെയിറ്റ് ചെയ്തു, എന്ത് സ്മൂത്ത്, കാണാൻ നല്ല രസം. നാണം ഇല്ലല്ലോ മനുഷ്യനെ. കെട്ടിച്ചു വിടാൻ പ്രായം 2 പെമ്പിള്ളേരുണ്ട്. അപ്പോഴാണ് വല്ല പെണ്ണുങ്ങളും മുടി സ്ട്രൈറ്റ് ചെയ്ത് കണ്ടോണ്ട് വന്ന് സ്വന്തം ഭാര്യ എടുത്ത് പറയണേ. എവിടെ നിന്ന് കിട്ടണ ഈ ധൈര്യം? ഞാൻ കാര്യമല്ലേ പറഞ്ഞേ. ഈ പെങ്കൊച്ചിന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ഈ വീട്ടിൽ അടിയാണ്. ആണല്ലോ, ഇത്രയും അറിയാം. എനിക്കിത് കേൾക്കുമ്പോ തന്നെ കലി വരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ ധൈര്യസമേതം വന്ന് എന്റെ അടുത്ത് ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അഴിച്ചു വിടുന്ന ടൈപ്പ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എവിടം വരെ പോയനെ? എവിടം വരെ പോയനെ? അഴിച്ചുവിടും പോലും. ഞാൻ ആട് മാടൊന്നുമല്ല, നിലാവത്ത് അഴിച്ചു വിട്ട കോഴി. കോഴി കോഴി കോഴി. ഇവിടെ നിങ്ങളുടെ വഴക്കുണ്ടാക്കി നടക്കി ഇവിടെ നടക്കുന്ന കാര്യമല്ലോ അറിയുന്നുണ്ടാ? എവിടെ കിടന്ന് ബഹളം? എന്റെ പൊന്നു മണിക്കൂട്ടെ, രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഒന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു മാമ. വല്ല പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയതാര്? പെണ്ണുങ്ങളുടെ മുടിയുടെ കാര്യം നിർത്തേ. അന്റെ കാര്യം പറഞ്ഞോളൂ. പറഞ്ഞ അത് തന്നെ ഇവിടെ വഴക്കൂടി കൊണ്ടിരിക്കുക. എന്തോന്ന് ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അറിയാ. ഞാൻ ഇന്ന് ടൗണിൽ വരെ പോയിരുന്നേ. പോയിട്ട് തിരിച്ച് ബസ് വരികയായിരുന്നു. ബസ്സിൽ നിന്ന് പറഞ്ഞ ഒരു 10, 75, 85, 95, 100 യാത്രക്കാരോളം ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഒരു 50 പേര് പെണ്ണുങ്ങളും ഒരു 50 പേര് ആണുങ്ങളും. തിരക്കെന്ന് പറഞ്ഞോ തിരക്കോട് തിരക്കോട് തിരക്കോട്, മനുഷ്യൻ നിന്ന് തിരിയാൻ സ്ഥലമില്ല. പോയിന്റിലേക്ക് വാ ചേട്ടാ. അതിനിടെ ഇങ്ങനെ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്ത് കണ്ടക്ടർക്ക് ടിക്കറ്റ് കൊടുക്കാൻ സമയം അനുവദിക്കണ്ടായോ? ഞാനങ്ങ് ബാക്കി നിൽക്കുക. എന്നിട്ട് അങ്ങനെ ടിക്കറ്റും ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഒരു മണവുണാഞ്ചൻ ഡ്രൈവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയല്ല, പിന്നെന്ത് പ്രശ്നം പറ്റി? ഒരു 10-15 ജിമ്മന്മാര് വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി ഇന്ന് വണ്ടി അങ്ങ് തടഞ്ഞു. എന്തിന്? അവരുടെ കൺസെഷന്റെ പ്രശ്നമാണ് കാര്യം. അപ്പൊ ഞാൻ ഇതറിഞ്ഞിട്ട് ബാക്കിന്ന് അതിനിടയിലൂടെ നുഴഞ്ഞ് 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 എന്റെ മണിക്കൂട്ടോ പറ കാര്യം. എന്റെ അളിയ, ഇത് ഇച്ചിരി ദൂരമുണ്ട്, വണ്ടിയുടെ ഫ്രണ്ട് വരെ പോണം. ഓടിപ്പാൻ പറ്റുവോ? ഫ്രണ്ടിലെത്തി. ഞാൻ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന എന്തുവാ, 10-15 ജിമ്മന്മാരിങ്ങനെ നിൽക്കുന്ന. അതിനിടയിൽ ഒരു പെങ്കൊച്ചൻ നിന്ന് ഡ്രൈവറെ തന്തയ്ക്ക് വിളിക്കും. അല്ലേലും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല സ്മാർട്ടാണ് മാമ. ഞാൻ പെട്ടെന്ന് അതിന്റെ ഒരു ഫോട്ടോ എടുത്തു. ആ തന്തയ്ക്ക് വിളിച്ചോണ്ടിരുന്ന പെങ്കൊച്ചാരാന്നറിയാവോ? അറിയാമോ? ആരായിരിക്കും? പറഞ്ഞാ പോരെ? ആരാ? ഒന്ന് ഊഹിച്ചു നോക്കിയേ. ആരായിരിക്കും? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ആണോ? അതൊന്നും അല്ല, റിങ്കി. റിങ്കി റിങ്കി റിങ്കിയോ? കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് ഇപ്പൊ. എന്ന് മുതൽ ജിമ്മിൽ പോകാൻ തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ അഹങ്കാരം. എന്തെങ്കിലും കാര്യം ഇവിടെ ചെയ്യാൻ പറയുമ്പോണ്ടല്ലോ ഉടനെ പറയും അവള് റിബലാണെന്ന്. ഞാൻ വിടുവോ പെങ്ങളെ? ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് താഴോട്ട് ചാടി ഇറങ്ങിയിട്ട് ആ ജിമ്മന്മാരുടെ ഇടയിൽ കൂടെ ഞാൻ കളരിയൊക്കെ കാണിക്കാന്ന് പറഞ്ഞ 10-15 പേര് കൂടി ഇരിക്കുക. ഓടി അങ്ങോട്ട് എല്ലാം പറ്റുമോ? അതിനിടയിൽ കൂടെ കറങ്ങി 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 എവിടെ അടുത്ത് ചെന്നത് പിടിച്ചാ അവള് മുടി. മണിക്കൂട്ടാ, ഇത് റിങ്കി തന്നെ ആയിരിക്കോ? അളിയ, എന്നെ കൊണ്ട് വേറെ വല്ലതും പറയിക്കരുത്. കുഞ്ഞുനാള് മുതൽ ഞാൻ അവളെ കാണുന്ന റിങ്കിയെ കണ്ടായിരുന്നു. ഫോട്ടോ ഉണ്ടല്ലോ പറയും പോലെ നോക്കാലോ. എന്ത് അവളൊന്നും ആയിരിക്കില്ല. ഇതാണ്
ആ നോക്ക് നോക്ക്. നോക്ക് നോക്ക് നോക്ക്. ഇത് മുഖമൊന്നും കാണുന്നില്ലല്ലോ. അതിലെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ എടുത്തല്ലേ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. ഇറങ്ങിയാണോ? ക്ലിയർ ആവണില്ല, പക്ഷേ ഇതുപോലത്തെ ഡ്രസ് അവക്കൊണ്ട്. ഉണ്ടാ? അവള് തന്നെ. അവളിങ്ങോട്ട് വരട്ടെ, രണ്ടെണ്ണം കൊടുക്കണം. അടിക്കണ്ടെന്ന് വിചാരിക്കുമ്പോ തലയിൽ കയറാണ് നിന്റെ മോള്. എന്റെ മോളാ? ഇത്ര നേരം എന്റെ മോളായിരുന്നല്ലേ, ഇപ്പൊ നിന്റെ മോളായാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. വരട്ടെ മാമ. നിർത്ത്. അവരെ അടിക്കുകയും പിടിക്കുന്നു വേണ്ട. പ്രത്യേകിച്ച് മാതാപിതാക്കളെ അവരെ അടിക്കാൻ പാടില്ല. മനസ്സിലായോ? മാമ, മാതാപിതാക്കൾ അടിക്കാൻ പാടില്ലെന്നല്ല ഉള്ളു. മാമൻ അടിക്കാവല്ലോ. ഈ മാമൻ അടിച്ചോ? വരട്ടെ അവള് നിന്ന് കിട്ടും. കാണിച്ചു കൊടുക്കാൻ പെങ്ങളെ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വരട്ടെ. സ്വാതന്ത്ര്യം കൂടിപ്പോയി, അതാണ് പ്രശ്നം. തലേ കയറും. ഇതാരീ വാതില് തുറന്നിട്ടത്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാതില് തുറന്നിട്ടില്ലെന്ന്. അമ്മാ അമ്മാ വിശക്കണ എന്തെങ്കിലും എന്താ? പെട്ടെന്ന് ദഹിക്കാത്ത എന്തെങ്കിലും എടുത്തോ. ഒരു ലൈൻ ബസ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? ഒരു ലൈൻ ബസ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? ഡ്രസ്സല്ല, ഇത് വേറെ ഡ്രസ്സാണ്. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല, എനിക്ക് തെറ്റിയതാണോ? ആണെന്ന് തോന്നുന്നു. എന്തോന്ന് മണിക്കൂട്ടാ, നല്ല ഉറപ്പൊട്ടായിട്ട് വേണ്ടേ പറയാൻ. പാവം എന്റെ കൊച്ചിനെ ഞാൻ ഇപ്പൊ വഴക്ക് പറഞ്ഞേനെ. എന്തോന്ന് ഇവൻ വായി വരുന്ന വല്ലതൊക്കെ വിളിച്ചു പറയും. നോക്ക്, അവളെ ജിമ്മിൽ പോയിട്ട് വന്നതാണ്, അവൾക്ക് വലിയ ആകാരം ഓ ശരി ശരി ശരി. എന്തോ പ്രശ്നം? ഇടി അതൊന്നും അല്ല. ഇന്ന് മാമനെ പുറത്തു പോയപ്പോ ബസ്സിൽ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ബസ് കുറെ പിള്ളേർ ഒന്ന് തടഞ്ഞ് സമരമൊക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ നീ ഉണ്ടെന്ന് തോന്നി മാമനും. മാമ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച്. ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടേ. അല്ല, എവിടെ ഫോട്ടോ? എവിടെ ഫോട്ടോ? കാണിച്ചോട്. കാണിക്ക്. ആ, ഇത് നമ്മുടെ ജിമ്മിലുള്ള പയ്യന്മാരാ. കണ്ട്. പക്ഷെ ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട കുട്ടി, ആ കുട്ടി അത് ഞാനല്ല. പിന്നെ ഇത് ഞങ്ങളുടെ ജിമ്മിലെ ദിവ്യ.
ഞങ്ങളുടെ സീനിയർ ആണ്. എന്നീ ദിവ്യയും കണ്ട ഒരു പോലെ ഇരിക്കും. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ ഞാനും അവളും ആണല്ലേ? എന്റെ മോൾ അങ്ങനെയും ചെയ്യില്ല. അവൾ അങ്ങനെ ഞാൻ വളർത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ബസ് തടഞ്ഞു നിർത്തി സമരം ചെയ്യാനും ചീത്ത വിളിക്കാനുള്ള ധൈര്യം എന്റെ മക്കൾക്കില്ല. ചിലപ്പോ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. ആയിരിക്കും ചേട്ടാ, അത് അവനെ സാധ്യത. അല്ല, പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാലേ, എന്നെ കണ്ടപ്പോ എന്തിനാ ദിവ്യ മുങ്ങിക്കളഞ്ഞത്? ദിവ്യ അങ്ങനെ മുങ്ങിക്കളയേണ്ട ആവശ്യം ദിവ്യക്ക് ഇല്ലല്ലോ. മാമന് തോന്നിയതായിരിക്കും. വിശക്കണം അമ്മ. വാ മക്കള് വാ, മക്കൾക്ക് എന്തെങ്കിലും എടുത്തരാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവളൊന്നും അല്ലത്. ഉമ്മ മനുഷ്യനെ അതിനിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞോണ്ട് വരും. എന്താ മാമ ആലോചിക്കുന്നേ? മണിക്കുട്ട, എനിക്കൊരു സംശയം. ഞാൻ രാവിലെ പണിക്ക് പോയപ്പോഴേ എൻ്റെ കൂടെ റിഞ്ചി ഉണ്ടായിരുന്നു ജിമ്മിൽ പോവാൻ, ജംഗ്ഷൻ വരെ. പക്ഷേ അവൾ ഇട്ടിരുന്ന ഡ്രസ്സല്ല ഇപ്പം വന്നപ്പോ. എന്റെ മൊബൈൽ കണ്ടില്ലേ, ആ ഡ്രസ്സാണെന്ന് എനിക്ക് സംശയം. ആണോ? അല്ല, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇപ്പൊ ഇട്ടുകൊണ്ട് വന്നതല്ല, രാവിലെ ഇട്ടത്. അപ്പൊ അവളെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാ മാമ. കുഴപ്പമില്ല. നീ കാര്യം പറ തലയാട്ടാണ്. കാര്യം പറയടാ. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും മാമനായിട്ടില്ല. നീ പറയടേ ഇങ്ങോട്ട്. അവിടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടുക്കും മാമ. മാമ ബാ. അത് കൊള്ളാമല്ലോ. എന്തോ ചെയ്യും? അവളെ കൊണ്ട് തന്നെ സത്യം പറയിക്കണം. അതെ, അവളുടെ വായിന്ന് തന്നെ ഇത് നമുക്ക് കേൾക്കണം. അവൾ നാക്കെടുത്ത കള്ളത്തന്നെ പറഞ്ഞു. അവൾ ഇന്നുവരെ സത്യം പറഞ്ഞിട്ടുണ്ടാ? അപ്പൊ എങ്ങനെ പറയിപ്പിക്കും? അനക്ക് വേറെ മാർഗമുണ്ട്. എന്ത് മാർഗം? മാർഗമുണ്ടെന്ന്. എന്തോന്ന്? കൊള്ളാവോ? ഉഗ്രൻ. 3 പേരും എന്റെ കൂടെ തന്നെ നിക്കണം. ഉറപ്പല്ലേ? പിന്നെ അത് കൊള്ളാം, നല്ല ഐഡിയ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പെങ്ങളെ, അവൾ വന്നാ ഉടൻ തന്നെ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങണം. അങ്ങനെ പുകഴ്ത്തി 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 അവളെ അങ്ങ് പൊക്കി ചന്ദ്രനിൽ എത്തിക്കണം. അത് തന്നെ, അവളെ കുറച്ച് പൊക്കുകയാണെങ്കിലേ അവള് പൊക്കി കൊടുത്താലേ. വരുന്നുണ്ടേ എന്റെ അടിയാ. അതായത് ആ ബസ് വരിക എന്ന് പറഞ്ഞ ഒരു 60, 70, 80, 90, 100, 110 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞു വരിക. ഡ്രൈവറാണെങ്കിൽ 4th ഗിയർ ഇടുന്ന്, 3rd ഗിയർ ഇടുന്ന്, 2nd ഗിയർ ഇടുന്ന് ഇങ്ങനെ വരുന്ന ആ ബസിന്റെ ഫ്രണ്ടിലേക്ക് കുറച്ച് പിള്ളേര് ചാടി അങ്ങോട്ട് ഇറങ്ങുക, നെഞ്ചും വിരിച്ച്. അതിന്റെ നടുക്കൊരു പെൺകൊച്ചു. എന്നിട്ട് എത്ര മനോഹരമായ ആ പെൺകൊച്ച ഡ്രൈവറെ നോക്കി തന്തയ്ക്ക് വിളിച്ചത്. അത് കേട്ടപ്പോ തന്നെ എനിക്കൊരു എന്റെ ശരീരം മൊത്തം കോരിത്തെ. എനിക്ക് മണിക്കൂട്ടം പറഞ്ഞു കേട്ടിട്ടേ, സത്യം പറഞ്ഞ ആമ്പിള്ളേരെക്കാളും ഭയങ്കര തന്നെ. ആമ്പിള്ളേർക്ക് ഇത്രയും കടിച്ചു കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ പെൺപിള്ളേർക്ക് ഭയങ്കര ധൈര്യമാണ്. എനിക്കറിയാലോ. അല്ല, ഈ കണക്കിന് പോവുകയാണെങ്കിൽ ആ കുട്ടി ഒരു മന്ത്രി വരെയൊക്കെ. മന്ത്രിയൊന്നുമില്ല, DGP. അവള് നോക്കിയോ, നമ്മുടെ ഡിഫൻസിൽ പട്ടാളത്തില് ബോർഡറിലൊക്കെ പോകുന്ന നല്ല ഫൈറ്റ് ചെയ്യണം, നല്ലൊരു വലിയൊരു ഓഫീസറാവും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാലേ ഒരു വിഷമം അവിടെ വെച്ചോണ്ട്. അതായത് ബസ് ഇങ്ങനെ കൊണ്ടുവന്ന് ചവിട്ടി അങ്ങോട്ട് നിർത്താനും ആ പെങ്കൊച്ചി ചീത്ത വിളിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ നോക്കിയപ്പോ നമ്മുടെ റിങ്കിയുടെ ഒരു ഛായ, അതിന് റിങ്കിയുടെ അതേ ഡ്രസ്സും കാര്യങ്ങളും. ഞാൻ ആദ്യം റിങ്കിയെ ആയിട്ടാ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ തോന്നി വിചാരിച്ചത്. സത്യം പറഞ്ഞ അത് ആലോചിച്ചപ്പോ തന്നെ എനിക്ക് അങ്ങ് പുളകിത ഗാത്രനായി. പുലിയുടെ വീട്ടിലൊരു പുലിക്കുട്ടിയാണല്ലോ അവളെന്നുള്ളത്. അത് മാത്രമല്ല,
എന്ത് കവിതാത്മകമായിട്ട് ആ ചീത്ത വിളിച്ചത്. അവളെ ഒന്ന് അഭിനന്ദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. തിക്കി തിരക്കി തിക്കി തിരക്കി തിക്കി തിരക്കി തിക്കി തിരക്കി ഞാൻ എവിടെ അടുത്തി എന്ന്. ഇല്ല നമ്മുടെ റിങ്കി മോൾക്ക് അതിനുള്ള ഗട്ട്സ് ഒന്നുമില്ല. അതാണ്. പക്ഷെ പിള്ളേർ രണ്ടും പഠിക്കാൻ പിടിക്കലാണ്. ഇതിനുള്ള ഗട്ട്സോ ചങ്കൂറ്റോ ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ അവളായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ, ഇതൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ആ പെങ്കൊച്ചെ ശബ്ദം ഉയർത്തിയത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ധൈര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. മോളെ, നീ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ പിടിപ്പിക്കാറില്ല. ഇങ്ങനെ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും കാര്യം നടന്നാൽ ഉടനെ ഇറങ്ങണം, പ്രതികരിക്കണം. നീതിക്ക് വേണ്ടി പോരാടണം. പോരാടണം. അതെ മോളെ കൊച്ചിന്റെ പേരെന്തോ? ദിവ്യ. അതിന്റെ ഒരു ഫോൺ നമ്പർ വരാൻ കാണുമോ? എന്തിനു മാമ? എനിക്കൊന്ന് പരിചയപ്പെടാനാ. എന്തിനാ? അല്ല, പരിചയപ്പെടല് മാത്രമല്ല, എനിക്ക് അവരുടെ വീടൊന്ന് സന്ദർശിക്കണം. അഭിനന്ദിക്ക എന്ന് പറഞ്ഞാലേ എന്റെ അക്കൗണ്ടില് ഒരു 60,718 രൂപ കിടപ്പുണ്ട്. അതിനകത്തുനിന്ന് ഒരു 60,000 രൂപ ഇങ്ങോട്ട് പിൻവലിച്ച് ആ കൊച്ചിന് കൊണ്ടുവന്ന് നല്ല കാര്യം. അങ്ങനെ വേണം. പിന്നെ ഒരു 40,000 രൂപ ഞാൻ കൊടുക്കും. അത് തേങ്ങ വെട്ടി കാശ് വരും. 40,000 രൂപ 1 രൂപ എനിക്ക് അവൾക്ക് കൊടുക്കണം. എന്റെ ഒരു വലിയ ആഗ്രഹം കൊടുക്കണം ചേട്ടാ. അത് മാത്രമല്ല, പിന്നെ അവൾക്ക് വേറെ ഒരു സൗഭാഗ്യം ഇവിടെ വരാൻ പോകും. എന്ത് സൗഭാഗ്യമാണ്? മണിക്കുട്ടൻ ഗുരുക്കൾ അവളെ ഫ്രീ ആയി കളരി പഠിപ്പിക്കും. ആണല്ലേ? അടിപൊളി. ഞാൻ എന്റെ കുറെ മർമ്മ വിദ്യകളുണ്ട്. അതെവിടെ ഇരിക്കുന്ന എന്റെ തൊഴിലേക്ക് അത് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു. കൊള്ളാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ മക്കളെ, നാളെ ജിമ്മിൽ പോകാൻ നേരത്തെ അമ്മ ഒരു സമ്മാനം തന്നു വിടാം. കൊച്ചിന്റെ കൊടുത്തേക്കോ? എന്ത് സമ്മാനം? സർപ്രൈസ് പിന്നെ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടാ മണി, നമുക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച് ഒരു ട്രീറ്റ് കൊടുത്താലോ? അല്ല, അത് ഇങ്ങോട്ട് വിളിക്കട്ട. നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താം. 5 സ്റ്റാർ ഹോട്ടലല്ലേ? 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച്. ഞാൻ സത്യത്തിൽ ഇവിടെയാണ് വിചാരിച്ചത്. മണിക്കൂട്ടം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലോ എവിടെങ്കിലും. പിന്നെ ഒരു പൊന്നാടയും കൂടി ഇട്ട് ആദരിക്കാം. പൊന്നാട ഇടാന് നമുക്ക് സിനിമാ ഫീൽഡ് ഏതെങ്കിലും മികച്ച ഒരു നടനെ വിളിക്കാം. എനിക്ക് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ. പിന്നെ കളരി സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ എന്റെ അടുത്തിൽ ചോദിക്കുന്ന പുള്ളി. വിളിച്ചാ വരും. ദുൽഖർ സൽമാനെ കൊണ്ട് നമുക്ക് പൊന്നാട ആ കൊച്ചിന് കൊടുക്കണം. അങ്ങനെ വേണം. പെമ്പിള്ളാരായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സമ്മാനം കൊടുക്കണം. 40,000 രൂപ കൊടുത്തു കഴിയുമ്പോ 1 ലക്ഷം ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഞാൻ തേങ്ങ വെട്ടി കഴിഞ്ഞ ഒരു 50,000 രൂപ കൊടുക്കും. അടുത്ത ഒഴിക്ക് വീണ്ടും ഒരു 50. അങ്ങനെ കൊടുത്ത് എന്റെ ജീവിതം മൊത്തം ഞാൻ അതിന് കൊടുത്തു. എനിക്ക് അത്രത്തോളം അത്ര ഇഷ്ടപ്പെട്ടല്ലേ? ഫാനായി പോയി. ആ കുട്ടിയുടെ ഒരു ഭാഗ്യം കണ്ടോ? നാളെ സമ്മാനം മേടിച്ചോണ്ടോ മറക്കല്ലേ എന്റെ കയ്യിന്ന്. ചെല്ല്, നീ ഇവിടെ നിൽക്കണമെന്നില്ല വെറുതെ. അതെ, അവളുടെ മുഖഭാഗം മാറിയെന്ന് കണ്ട മുഖം മാറി. മോളോടാ കളി. അയ്യോ, 40, 60, 50, 50 2 ലക്ഷം രൂപ എനിക്ക് കിട്ടേണ്ട അംഗീകാരവും ക്രെഡിറ്റും ഉള്ള ഞാൻ ഏതോ ഒരു ദിവ്യക്ക് കൊടുത്തത്. ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന് എല്ലായിടത്തും പറയും. തന്തയ്ക്ക് വിളിച്ച ഇത്രയും അംഗീകാരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ. ഇത് ഞാനാണെന്ന് അറിയുമ്പോ എന്റെ അപ്പവും മാമനും അമ്മയും ഒക്കെ കൂടി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. കംപ്ലീറ്റ് മണി വന്നേ. മാമാ, ഉണ്ണിയപ്പൂ, അമ്മ ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിവ്യ വരുന്നുണ്ടല്ലേ? അല്ല, പിന്നെ എന്താന്ന് പറയട്ടെ? പറ. അതെ, മാമൻ ആ സമരത്തിൽ കണ്ടില്ലേ നടുക്ക് നിന്ന ആ കുട്ടി? ദിവ്യ? അത് ദിവ്യ അല്ല. പിന്നെ പറഞ്ഞത് നീ? അത് ദിവ്യ അല്ല. ശരിക്കും പറഞ്ഞത് ആരാന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? അതറിയാം. ദിവ്യ അല്ല. പിന്നെ ആരാടി? ഞാനാ. ഒരിക്കലും അല്ല. നിന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അയ്യോ, ഞാനാണ് അമ്മ, സത്യം.
ഇടി ചുമ്മാ പുളു അടിക്കാതെ. ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഷോ അച്ഛാ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പുളുവല്ല, ഞാൻ സത്യമാണ് പറയണേ. അപ്പോഴേ ആ മൊബൈലിൽ നമ്മൾ കണ്ടില്ലേ ഫോട്ടോ, ആ ഡ്രസ്സല്ലേ ഇവിടെ വന്ന പറ്റിരുന്നത്. കറക്റ്റ് കറക്റ്റ്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സമരനായികക്ക് ഈ വീട്ടിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് മാമൻ എന്നെ കണ്ടപ്പോ ഞാൻ പതിയെ മുങ്ങിയത്. ഇത്രയും മാമൻ എനിക്ക് സപ്പോർട്ടീവ് ആണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ മാമനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചേനെ. ഇത് ഞാൻ വിചാരിച്ച അച്ഛനോടോ അമ്മയോടൊക്കെ പറഞ്ഞ് എനിക്ക് അടി വാങ്ങിച്ചു തരുമെന്ന്. അതുകൊണ്ടാ ഞാൻ കള്ളത്തരം കാണിച്ചത്. പിന്നെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞില്ല. ഞാനേ ഇവിടെ ആരും അറിയാതെ വീട്ടിന്റെ അകത്ത് കേറി എന്റെ ബ്ലാക്ക് കോസ്റ്റ്യൂം ഉണ്ടല്ലോ അത് ഞാൻ മാറ്റി, പിന്നെ ഇതാക്കി ആരും അറിയാതെ പുറത്തിറങ്ങി പോയി തിരിച്ചു വീട്ടിൽ വന്നു. ഒന്നും അറിയാത്ത പോലെ. എന്തിനാണ് ഈ കള്ളം പറയുന്നേ? കള്ളല്ല, സത്യമാണ് ഞാൻ പറഞ്ഞ. അമ്മയാണ് സത്യം. കഥയൊക്കെ കൊള്ളാം, പക്ഷെ വിശ്വസിക്കത്തില്ല. അയ്യോ ഞാൻ കള്ളോ അല്ല, സത്യം പറയണേ. ഉറപ്പാണോ? ഉറപ്പ്, 100% ഉറപ്പ്. ആണോ? ഇത്രയും അംഗീകാരം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴേ നിങ്ങൾ എന്തോ സമ്മാനം കൊടുക്കാൻ വേണ്ടി വെച്ചേക്ക്, അതിങ്ങ് കൊടുത്തേരെ. കൊടുക്കാം. അല്ല, നിങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാൻ കൊടുക്കാം. മാമ 40, 60, 50, 50. 60, 40, 50, 50. 2 ലക്ഷം ടോട്ടൽ. ഇത് കൂടാതെ ഞാനൊരു 50 സെന്റ് തെങ്ങുംപുരയുടെ നിന്റെ പേർക്ക് എഴുതി തരും. 50 സെന്റ്. നീ വേണ്ടാന്ന് പറയരുത് മോളെ. സെന്റിന് 15 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലവാ. അങ്ങനെ 50 സെന്റ് തെങ്ങും പറയണം. എന്റെ മോളുടെ ഭാഗ്യം. മണി ആദ്യം നീ സമ്മാനം കൊടുക്കും. വാങ്ങിച്ചോ, കൈയോടെ വാങ്ങിച്ചോ. കണ്ണടക്കേ, സർപ്രൈസ് അല്ലേ? കണ്ണടക്കല്ലേ, തുറക്കല്ലേ. കൈ നീട്ടി നമ്മള് കിഴക്കോട്ട് നോക്കി നിക്കാൻ കൊടുക്ക ഐശ്വര്യമായിട്ട്. ഇത് ഹരിയില്ലാത്തായിരുന്നല്ലേ?